നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ലക്ഷ്മീസ് പ്രേയേഴ്സ്. ഒരിക്കൽ ബാണാസുരൻ എന്ന ഒരു അസുര രാജാവ് ഉണ്ടായിരുന്നു. ശോണിതപുരം എന്ന നഗരം ഭരിച്ചിരുന്ന അദ്ദേഹം വലിയ ശിവഭക്തനായിരുന്നു. ബാണാസുരൻ നല്ലൊരു മൃദംഗ വിദ്വാനുമായിരുന്നു. മൃദംഗം കൊട്ടി അദ്ദേഹം ശിവഭഗവാനെ ആരാധിക്കുകയും ചെയ്യുമായിരുന്നു. താളമേളങ്ങൾ ശിവഭഗവാനെ ഏറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ബാണാസുരൻ മൃദംഗം കൊട്ടി പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ ഒരുപാട് സന്തോഷമുണ്ടാക്കി. ഇതിൽ സംപ്രീതനായ ഭഗവാൻ ബാണാസുരന് 1000 കൈകൾ നൽകി. അങ്ങനെ ബാണാസുരൻ 1000 കൈകളും കൊണ്ട് തകിലും മൃദംഗവും കൊട്ടി ഭഗവാനെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ബാണാസുരന് മുന്നിൽ പ്രത്യക്ഷനായ ഭഗവാൻ എന്ത് വരം ചോദിച്ചിരുന്നാലും നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാണാസുരൻ, ഭഗവാനെ, അങ്ങ് കുടുംബസമേതം എൻ്റെ കോട്ടയ്ക്ക് കാവലിരിക്കണം എന്നാണ് വരം ചോദിച്ചത്. ശിവഭഗവാൻ വരം നൽകുകയും ചെയ്തു. അങ്ങനെ ശിവഭഗവാനും പാർവതീദേവിയും വിഘ്നേശ്വരനും സുബ്രഹ്മണ്യനും എല്ലാം ബാണാസുരൻ്റെ കോട്ടയ്ക്ക് മുന്നിൽ കാവൽ നിൽക്കുകയാണ്. ബാണാസുരന് അതിസുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് ഉഷ. ഉഷ വലിയ ഉമാമഹേശ്വര ഭക്തയായിരുന്നു. പാർവതീ സമേതനായ ശിവഭഗവാനെ കാണുന്ന ഉഷയ്ക്ക് പാർവതീദേവിക്ക് എത്ര സുന്ദരനായ ഭർത്താവിനെയാണ് ലഭിച്ചത്, തനിക്കും അതുപോലെ തന്നെ സുന്ദരനായ ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹമുണ്ടാകുന്നു. അവളുടെ മനോവിചാരം മനസ്സിലാക്കിയ പാർവതീദേവി അവളെ അനുഗ്രഹിച്ചു. കോമളനായ സ്നേഹമുള്ള ഭർത്താവിനെ ലഭിക്കുമെന്നും സ്വപ്നത്തിൽ ആ യുവാവിനെ ദർശിക്കുമെന്നും പാർവതീദേവി അവളോട് പറയുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ഉഷയ്ക്ക് സ്വപ്നത്തിൽ ഒരു യുവാവിൻ്റെ ദർശനമുണ്ടാകുന്നു. അതിസുന്ദരനായ ആ യുവാവ് ആരാണെന്ന് ഉഷയ്ക്ക് അറിയാൻ ആഗ്രഹമുണ്ടായി. ഉഷയ്ക്ക് സ്നേഹനിധിയായ ഒരു തോഴിയുണ്ടായിരുന്നു. ചിത്രലേഖ എന്നാണ് അവളുടെ പേര്. ചിത്രലേഖ ബാണാസുരന്റെ മന്ത്രി കുംഭാണ്ഡകന്റെ പുത്രിയാണ്. അസുരപുത്രിയാണെങ്കിലും അസുരഭാവമൊന്നുമില്ലാത്ത നല്ലൊരു തോഴിയായിരുന്നു. ചിത്രലേഖ വളരെ ഭംഗിയായി ചിത്രം വരയ്ക്കുമായിരുന്നു. ചിത്രലേഖയോട് ഉഷ പറഞ്ഞു, താൻ സ്വപ്നത്തിൽ കോമളനായ യുവാവിനെ കണ്ടുവെന്നും അവനെ തന്നെ ഭർത്താവായി വേണമെന്നുമൊക്കെ. ബാണാസുരനോടും കൊട്ടാരത്തിൽ മറ്റുള്ളവരോടൊന്നും പറയാൻ ഭയന്ന ഉഷ അങ്ങനെ തൻ്റെ വിശ്വസ്ത തോഴിയോട് കാര്യം പറയുകയാണ്. യുവാവ് ആരാണെന്ന് കണ്ടെത്താനായി ചിത്രലേഖ ഓരോ ചിത്രങ്ങൾ വരച്ച് ഉഷയെ കാണിച്ചു. ദേവന്മാരുടെ, ഗന്ധർവന്മാരുടെ, ഈശ്വരന്മാരുടെ ഒക്കെ ചിത്രങ്ങൾ വരച്ച ഉഷയെ കാണിച്ചു. എന്നാൽ അവരൊന്നുമല്ല. പിന്നെ ദ്വാരകാനാഥനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചു. എന്നാൽ അതുമല്ല. അടുത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മകൻ പ്രദ്യുമ്നന്റെ ചിത്രം വരച്ചു. അപ്പോൾ ഏകദേശം ഒരു മുഖഛായ വരുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായും അതല്ല. അവസാനം അങ്ങനെ പ്രദ്യുമ്നന്റെ മകൻ അനിരുദ്ധന്റെ ചിത്രം വരച്ചപ്പോൾ ഉഷ പറഞ്ഞു, ഇതാണ് സ്വപ്നത്തിൽ കണ്ട യുവാവ് എന്ന്. അങ്ങനെ ഉഷയെ സമാധാനിപ്പിച്ച ചിത്രലേഖ അന്ന് രാത്രി തന്നെ തൻ്റെ യോഗശക്തിയാൽ കൃഷ്ണന്റെ കൊട്ടാരത്തിൽ നിന്നും സപ്രപഞ്ചത്തോടെ ഉറങ്ങിക്കിടന്ന അനിരുദ്ധനെ ഉഷയുടെ അന്തപുരത്തിലെത്തിച്ചു. ഉറക്കമുണർന്ന അനിരുദ്ധൻ ആകെ പരവശനായി. എന്നാൽ ഉഷ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ഉഷ തൻ്റെ കാമുകനെ ആരാധിക്കുകയും വിലയേറിയ വസ്ത്രങ്ങൾ, മാലകൾ, സുഗന്ധദ്രവ്യങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ നൽകി സ്നേഹിച്ചു. അനിരുദ്ധനും ഉഷയോട് ഒരുപാട് സ്നേഹം തോന്നുകയും അവർ ഒന്നിച്ച് അന്തപുരത്തിൽ കഴിയുകയും ചെയ്തു. ഉഷയുടെ പെരുമാറ്റത്തിലും രീതികളിലുമെല്ലാം വ്യത്യാസം മനസ്സിലാക്കിയ കൊട്ടാരത്തിലെ മുതിർന്ന സ്ത്രീകൾ ഉഷയുടെ അന്തപുരത്തിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവർ ഉടൻ തന്നെ ബാണാസുരനെ അറിയിക്കുകയും ബാണാസുരൻ അനിരുദ്ധനെ കയറുകൊണ്ട് കെട്ടി ബന്ധിക്കുകയും ചെയ്തു. കോപാകുലനായ ബാണാസുരൻ അനിരുദ്ധന്റെ നേർക്ക് നാഗാസ്ത്രമെയ്തു. നാരായണ ഭക്തനായ അനിരുദ്ധൻ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ നാഗാസ്ത്രത്തിന് ശക്തിയില്ലാതായി. ഈ സമയം ദ്വാരകയിൽ അനിരുദ്ധനെ കാണാതെ എല്ലാവരും അന്വേഷിക്കുകയായിരുന്നു. ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാൻ മനസ്സിലാക്കി ബാണാസുരൻ അനിരുദ്ധനെ ബന്ധിച്ചിരിക്കുകയാണെന്ന്. അങ്ങനെ യാദവ സൈന്യവും ദ്വാരകാധിപന്റെ സൈന്യവും എല്ലാവരും ബാണാസുരന്റെ കോട്ട ലക്ഷ്യമാക്കി പുറപ്പെട്ടു. കോട്ട സംരക്ഷിക്കുകയായിരുന്ന ശിവഭഗവാൻ യുദ്ധത്തിനായി വന്നവരെ തടഞ്ഞു.
വലിയ യുദ്ധം തന്നെ സംഭവിച്ചു. ആ യുദ്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ബാണാസുരന് വരം കിട്ടിയ 1000 കൈകളും അരിഞ്ഞു വീഴ്ത്തി. ഒടുവിൽ ശിവഭഗവാൻ ബാണാസുരനോട് പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്നും. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ബാണാസുരൻ കൃഷ്ണ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയും ചെയ്തു. അസുരനാണെങ്കിലും വലിയ ഈശ്വരഭക്തനായ ബാണാസുരൻ എല്ലാ ദൈവങ്ങളെയും സാക്ഷിയാക്കി തൻ്റെ മകൾ ഉഷയെ അനിരുദ്ധന് വിവാഹം ചെയ്ത് നൽകുകയും ചെയ്തു. ധാരാളം രത്നങ്ങളും സമ്മാനങ്ങളും സ്വർണ്ണരഥവും ഒക്കെ നൽകി ദ്വാരകയിലേക്ക് യാത്രയാക്കി എന്നാണ് ഐതിഹ്യം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.